ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നൊരു കുക്കുംബർ സോപ്പിൻ്റെ ഒരു ഓർഡർ ഉണ്ട് കേട്ടോ. ഒരു 2 കുക്കുംബർ സോപ്പിൻ്റെ ഒരു ഓർഡർ ഉണ്ട്. അപ്പം അതിനായിട്ട് ഇതേ ബേസ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്കിതിനെ മെൽറ്റ് ചെയ്തെടുക്കണം. പിന്നെ അതുകൂടാതെ ഒരു വൈറ്റനിങ് സോപ്പിൻ്റെ ഓർഡർ ഉണ്ട്. ഇത് കഴിഞ്ഞിട്ട് എനിക്ക് അതൊന്ന് ചെയ്യണം. അത് റൈസ് പൗഡർ, അതുപോലെ പൊട്ടറ്റോ, പിന്നെ ഓറഞ്ച് പീൽ പൗഡർ, ഹണി, ഇതൊക്കെ വെച്ചിട്ട് ഒരു സോപ്പാണ്, കസ്റ്റമൈസ്ഡ് സോപ്പാണ്. അപ്പം ഇത് കഴിഞ്ഞിട്ട് വേണം അത് ചെയ്യാനായിട്ട്. അപ്പോൾ ഞാനിതൊന്ന് മെൽറ്റ് ചെയ്തിട്ട് വരാം കേട്ടോ. പിന്നെ ഇതിലേക്ക് നമ്മൾ കുക്കുംബർ ജ്യൂസ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് മുഴുവനായിട്ട് ഒഴിക്കാനല്ല കേട്ടോ, ഇത് അളന്നെടുത്തിട്ട് വേണം ഒഴിക്കാനായിട്ട്. പിന്നെ ഇത് കൂടാതെ ഇന്ന് ഇത്തിരി തിരക്കുള്ള ഒരു ദിവസമാണ് കേട്ടോ. അത് ഫേസ് മസാജിങ് ഓയിൽ ഉണ്ടാക്കണം. അതിനായിട്ട് ഇത് ക്യാരറ്റ്, ബീട്രൂട്ടൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നല്ല ഇത്തിരി തിരക്കുള്ളൊരു ദിവസം തന്നെയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് സോപ്പ് മെൽറ്റ് ആകുമ്പോഴേക്കും നമുക്ക് പിന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, എൻ്റെ ചാനലൊന്ന് നിങ്ങളൊന്ന് സബ് ചെയ്യാതെയാണ് കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് കാണണം കേട്ടോ. അതുപോലെ നിങ്ങളുടെ കമൻറ്റുകളൊക്കെ ഒന്ന് അറിയിക്കണം. അതുപോലെ ലൈക്കൊക്കെ തരാണ്ട് ഒത്തിരി പേര് വീഡിയോസ് കണ്ടു പോകുന്നുണ്ട്. ലൈക്കൊക്കെ ഒന്ന് തന്നാലല്ലേ ഈ വീഡിയോസൊക്കെ എല്ലാവരിലേക്കും എത്തുള്ളൂ. അപ്പോൾ നിങ്ങളുടെ ലൈക്കും കമൻറ്റൊക്കെ തന്ന് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. പിന്നെ ഷെയർ ചെയ്യാൻ പറ്റണവരൊക്കെ ആണെങ്കിലും ഒന്ന് ഷെയർ ചെയ്യണം. പിന്നെ അതിനടുത്തുള്ളൊരു ബെല്ലൈക്കാണ് കൂടി നിങ്ങൾ അമർത്തണം കേട്ടോ. എന്നാലാണ് എൻ്റെ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഓരോരുത്തർ വിളിച്ചിട്ട് സോപ്പ് ഉണ്ടാക്കണ ഓരോ വീഡിയോസും ഇതൊക്കെ പറയുമ്പോൾ, അതുപോലെ ഷാമ്പൂ മേക്കിങ്ങിനെ കുറിച്ചൊക്കെ പഠിക്കണമെന്ന് പറയുമ്പോൾ ഞാൻ പറയും ഷാമ്പൂ മേക്കിങ്ങിൻ്റെ വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ എന്ന് പറയുമ്പോൾ അതിൻ്റെ ലിങ്ക് ഒന്ന് ഇട്ടുതരുമെന്ന് ചോദിക്കും. പക്ഷേ അപ്പോൾ അത് വേണ്ടല്ല, ആ ബെല്ലൈക്കണം കൂടി ഒന്ന് അമർത്തിയാൽ നിങ്ങൾക്ക് എൻ്റെ എല്ലാ വീഡിയോസും നിങ്ങളിലേക്ക് എത്തൂലേ. അപ്പോൾ ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒത്തിരി താങ്ക്സ് ഉണ്ട് കേട്ടോ. ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് മാത്രമേ ഉള്ളൂ എനിക്ക്, അതെന്നും എനിക്ക് വേണം കേട്ടോ. അപ്പോൾ നമ്മുടെ ബേസ് മെൽറ്റായി നോക്കിയിട്ട് വരാം കേട്ടോ. നമുക്ക് നമ്മുടെ ബേസൊക്കെ മെൽറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് കുക്കുംബർ ജ്യൂസ്, സ്മെല്ല്, വെജിറ്റബിൾ ഗ്ലിസറിൻ, പിന്നെ വൈറ്റമിൻ ഇ ക്യാപ്സ്യൂള്, പിന്നെ അലോവേര. ഇത് ഞാൻ സെയിൽ ചെയ്യുന്ന അലോവേര ജെല്ലാണ്. അടിപൊളി അലോവേര ജെല്ലാണ് കേട്ടത്. ഇപ്പോൾ അലോവേര ജെല്ല് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ഈ നമ്പർ കൊടുത്തേക്കാം കേട്ടോ. അതിലൊന്ന് കോൺടാക്ട് ചെയ്താൽ മതി. അത്രക്ക് റിസൾട്ടുള്ള നല്ലൊരു അലോവേര ജെല്ലാണ് കേട്ടത്. അപ്പോൾ ആവശ്യമുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞോളൂ കേട്ടോ. അപ്പോൾ ഇതുപോലെ ഈ അലോവേര ജെല്ല് വെച്ചിട്ട് തന്നെ ഞാനൊരു മോയ്സ്ചറൈസിങ് ക്രീം ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഞാനൊരു 2 ആഴ്ചയായിട്ട് അത് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എൻ്റെ മോൾ തന്നെ എന്നോട് ചോദിച്ച് ഉമ്മച്ചി എന്തെങ്കിലും മുഖത്തിട്ടാ എന്നൊക്കെ ചോദിച്ച്, നല്ലൊരു ചേഞ്ച് എൻ്റെ ഫേസിന് കിട്ടിയിട്ടുണ്ട് കേട്ടോ ആ ഒരു മോയ്സ്ചറൈസ് വെച്ചിട്ട്. അപ്പോൾ അത് ഞാനൊരു വീഡിയോയിൽ ഞാൻ കാണിക്കാം. നല്ല എഫക്റ്റീവാണത്. നമ്മളതിൽ ചേർക്കുന്ന ഇൻഗ്രീഡിയൻസൊക്കെ നമുക്ക് സത്യസന്ധമായിട്ടുള്ള കെമിക്കലൊന്നും ഇല്ലാത്തതാണെങ്കിൽ നമുക്ക് എന്തായാലും അതിൻ്റെ ഒരു റിസൾട്ട് നമുക്ക് നമ്മുടെ സ്കിന്നിൽ അതുണ്ടാവും. ഇതിപ്പോൾ പറഞ്ഞുകൊണ്ടിരുന്നാലേ ഇത് ഇനിയിപ്പോൾ കട്ടായി പോകും. നമുക്ക് വേഗം ഇതിലേക്കുള്ള ഇൻഗ്രീഡിയൻസൊക്കെ ചേർത്ത് കൊടുക്കാം. നമുക്കിതിപ്പോൾ ഇനി ഇതെല്ലാം കൂടി ഒരു 20 ml ചേർത്താൽ മതി കേട്ടോ. ഒരു 11 ml. ഇനി കുറച്ച് അലോവേര ചേർക്കാൻ പറ്റും. ഒരു 18 ആയിട്ടുണ്ട്. 2 വൈറ്റമിൻ ഇ ക്യാപ്സ്യൂളും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതിലേക്ക് വെജ് ഗ്ലിസറിൻ ആഡ് ചെയ്ത് കൊടുക്കാം. ഗ്ലിസറിൻ ഇത്തിരി കൂടുതലിരുന്നാലും കുഴപ്പമില്ല, നമുക്ക് സ്കിന്നിന് അത്രക്കും നല്ലതാണ്. നമ്മുടെ സ്കിന്നിൻ്റെ ആ മോയ്സ്ചർ കണ്ടൻറ്റ് ലോക്ക് ചെയ്യാനായിട്ടാണ് നമ്മൾ ഈ വെജ് ഗ്ലിസറിൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അത് സ്കിന്ന് അത്രക്ക് നന്നായിട്ടിരിക്കും കേട്ടോ. അത് നല്ലതായിട്ട് ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇന്ന് വീഡിയോ നല്ല രീതിയിൽ ഷെയ്ക്കാവാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ഞാനത് ഫോൺ കയ്യിൽ പിടിച്ചിട്ടാണ് ഞാനിത് ഷൂട്ട് ചെയ്തത്.
ക്ഷമിക്കാട്ടോ, അത്രയേ ഉള്ളൂ പറയാൻ. എയർപോഡൊന്നും അല്ല, ട്രൈപോഡൊന്നും സെറ്റ് ചെയ്തില്ല. ഇന്ന് കുറച്ച് തിരക്കുള്ളതുകൊണ്ട് ഞാൻ ഏതായാലും ഇത് ചെയ്യല്ലേ എന്ന് വിചാരിച്ചിട്ട് അങ്ങോട്ട് ഒരു വീഡിയോ ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. നമ്മുടെ ബേസ് നല്ല ഫസ്റ്റ് ക്വാളിറ്റി ബേസാണ് കേട്ടോ, പ്രീമിയം ക്വാളിറ്റി ബേസാണ്. അതുകൊണ്ട് ഈ സോപ്പിന് പതയുടെ പ്രശ്നങ്ങളൊന്നുമില്ല. നല്ല പതയൊക്കെ ഉണ്ട്. ബേസ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാമല്ലോ, നല്ല പതയുണ്ട്. സോപ്പിന് നല്ല കട്ടിയും ഒക്കെ ഉണ്ട് കേട്ടോ. നല്ലൊരു ബേസാണ്. നമുക്ക് കുഞ്ഞു കുട്ടികൾ, അതായത് 1 വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്ക് മുതൽ ഈ ഒരു സോപ്പ് ഉപയോഗിക്കാം കേട്ടോ. നമുക്ക് ഫേഷ്യൽ ബാർ ഉണ്ടാക്കാനും അതുപോലെ ഷാമ്പു ബാർ ഉണ്ടാക്കാനൊക്കെ ഈ ഒരു സോപ്പ് ബേസ് നല്ലതാണ്. ഇനി നമുക്ക് ഇതിലേക്ക് ഈ ജ്യൂസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഏകദേശം ഒരു കുക്കുംബറിൻ്റെ കളറൊക്കെ കിട്ടിയില്ലേ, എന്നാലും നമുക്ക് ഒരു ഡ്രോപ്പ് ഒരു ഗ്രീൻ കളർ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ സോപ്പിനൊരു പ്രത്യേക ഭംഗി ഉണ്ടാവും. അപ്പോൾ സത്യം പറഞ്ഞാൽ ക്യാമറയിൽ കാണുന്നേക്കാളും കൂടുതലൊരു കളറുണ്ട് കേട്ടോ. നേരിട്ട് കാണുമ്പോൾ കുക്കുംബറിൻ്റെ ആ കളർ കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇനി ഒരു ഡ്രോപ്പ് വേണോ എന്ന് ഞാൻ ആലോചിക്കണം. ഒരു ഡ്രോപ്പ് ഒഴിച്ചില്ല, കണ്ടില്ലേ, ഒരു പൊടിക്ക് ഒഴിച്ചോളൂ, അത് മതി. നല്ല ആ കുക്കുംബറിൻ്റെ ആ ഒരു കളർ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, ഞാൻ ഒരു ഡ്രോപ്പ് ഒന്നും ഒഴിച്ചില്ല കേട്ടോ. ഒന്ന് കുടഞ്ഞപ്പോൾ ഒരു ചെറിയൊരു പൊടിക്ക് വീണ, അത് മതി നമുക്ക്. ഇനി നമുക്ക് സ്മെല്ല് ആഡ് ചെയ്ത് കൊടുക്കാം. 10 ml സ്മെല്ല് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് സ്മെല്ല് ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് എത്രയും വേഗം ഇത് മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു പണിക്ക് പോവും, അപ്പോൾ കൊണ്ടുവന്ന് പിന്നെയും ഡബിൾ ബോയിലിലേക്ക് പിന്നെ ചെയ്യാനായിട്ട് വീണ്ടും കൊണ്ടുവന്ന് വെക്കോട്ടാ. ഇത് തന്നെ ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ, ഇതിൻ്റെ ഇടയ്ക്കൊരു 100 പണിക്ക് പോകും. അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയും നേരമായിട്ടും ഇത് കട്ടയാവാത്തത് കേട്ടോ. നിങ്ങൾ വിചാരിക്കും എത്ര നേരമായിട്ട് ഇതെന്ത് ഇങ്ങനെ തന്നെ ഇരിക്കണേന്ന്. അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ ഈ കളറ് ഒന്ന് മറിഞ്ഞുപോയി. അത് ഈ ഗ്രീൻ കളർ എന്നെടുത്താലും എൻ്റെ ഇത് പോകുക എന്താണെന്ന് എനിക്കറിയില്ല. പിന്നെ അതൊക്കെ താഴെ വീണ് അതൊക്കെ തുടക്കാനൊക്കെ പോയി. അന്നേരം ഞാനത് ഡബിൾ ബോയിലിനായിട്ട് കൊണ്ടുപോയി വെച്ചിട്ടാണ് പിന്നെ അത് ചെയ്തത്. നമുക്കിനി മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ടേബിളിൽ ഇതൊക്കെ ഇരിക്കണോണ്ട് എനിക്കിവിടെ സ്ഥലമില്ല, അതാണ് പ്രശ്നം. നമുക്കിത് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഈ മോൾഡ് എൻ്റെ കയ്യിലില്ല കേട്ടോ, ആരും ചോദിക്കണ്ട ഈ ഒരു മോൾഡ്. ഇത് ഈ മോൾഡിന് ഇത്തിരി റേറ്റ് ഉണ്ട്, പക്ഷേ ഞാനിത് അന്വേഷിക്കുന്നുണ്ട്. ഇത്തിരി റേറ്റ് കുറഞ്ഞിട്ട് കസ്റ്റമേഴ്സിന് എടുത്ത് കൊടുക്കാൻ പറ്റുമെന്നുള്ളത്. പക്ഷേ ഇത് കിട്ടാനില്ല കേട്ടോ. ഇത് 400 ചില്ലാൻ രൂപക്കാണ് ഞാനിത് വാങ്ങിച്ചത്. പക്ഷേ ആ റേറ്റിനൊന്നും മേടിച്ച് കസ്റ്റമർക്ക് കൊടുക്കാൻ പറ്റൂലല്ലോ. ഇതവിടെ ഇരുന്നൊന്ന് സെറ്റ് ആവട്ടെ കേട്ടോ. നമുക്കിനി സോപ്പ് അൺമോൾഡ് ചെയ്യാം. എങ്ങനെയുണ്ടെന്ന് നോക്കാം കേട്ടോ. കണ്ടില്ലേ, അടിപൊളി സോപ്പല്ലേ. നമ്മുടെ ഫസ്റ്റ് ക്വാളിറ്റി ബേസ് വെച്ചിട്ടുണ്ടാക്കിയ അടിപൊളി കുക്കുംബർ സോപ്പ്.
ഉണ്ടാകും. ഇത് നമ്മൾ ഇത്തിരി കളർ ആഡ് ചെയ്തില്ലേ, അപ്പം അതിൻ്റെ അത് മിക്സാക്കിയതിൻ്റെ ഒരു പ്രശ്നം കൊണ്ടാണ് കേട്ടോ. ഒരു കയ്യിൽ ക്യാമറ പിടിച്ചിട്ടുണ്ട്. മോളുടെ ഒരു ഹെൽപ്പ് ചോദിച്ചത് ഞാൻ. അവൾ ഇങ്ങനെ വീഡിയോ എടുത്തിട്ട് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് കണ്ടില്ലേ, ഇതാണ് നമ്മുടെ കുക്കുംബർ സോപ്പ്. അടിപൊളി സോപ്പാണ് കേട്ടോ. അപ്പോൾ ഇത് വേണമെങ്കിൽ ആവശ്യക്കാരുണ്ടെങ്കിൽ ഒന്ന് തന്നെ കോണ്ടാക്ട് ചെയ്തോട്ടോ, ഞാൻ അയച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതൊരു കസ്റ്റമർക്കുള്ള സോപ്പാണ്, കണ്ടില്ലേ. ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ ഇന്നത്തെ എൻ്റെ വീഡിയോ. ഓക്കെ, താങ്ക് യു.